അപ്പോൾ അത് നമുക്കിതുപോലെ സേവ് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമ്മൾ ആ പേജിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഇനി വേറെ ഒരു ഫ്രെയിം അതിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു ഫ്രെയിം ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഡ്രോവർ ഉള്ളൊരു ഫ്രെയിമാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ആ ഫ്രെയിം കബോർഡ് അതിന് ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതേപോലെ തന്നെ ഒരു 80 സെൻറ്റിമീറ്റർ ഹൈറ്റ്, ഒരു 300 സെൻറ്റിമീറ്റർ, ഇതിന് നമ്മളൊരു 4 പാർട്ടായിട്ട് ആഡ് ചെയ്തു. ഇനി ഇതിൽ നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞ 2 ഇതിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഡ്രോവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു പാർട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടിയിൽ റോ എന്നുള്ളൊരു ഭാഗം കാണും. അപ്പോൾ അതിൽ എത്ര പാർട്ടാണ് ആക്കേണ്ടത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ റോന്ന് 2 അടിച്ച് കഴിഞ്ഞ് ഈ സംഭവം സ്പ്ലിറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം 2 പാർട്ടായിട്ടുണ്ടാവും. അതുപോലെ വേറൊരു ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. 2 അല്ല 3 ആക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ ആ ഭാഗം 3 ആയിട്ടുണ്ടാവും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിൽ ഡോർ സെലക്ട് ചെയ്യാൻ പറ്റും. ഡോർ ടൈപ്പ് സെലക്ട് ചെയ്യുക. ഹാൻഡിൽ വിത്ത് ഡോർ ആണെങ്കിൽ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഏത് കളറാണെന്ന് നോക്കുക. ഹാൻഡിൽ ടൈപ്പ് സെലക്ട് ചെയ്യുക. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഡോറ് വരുന്ന പാർട്ടൊക്കെ നമുക്ക് ഈ കോപ്പി തീം കൊടുത്തിട്ട് അത് ആഡ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം കോപ്പി തീം ഓഫാക്കുക. നമ്മൾ ഡ്രോവറിൻ്റെ പാർട്ട് സെലക്ട് ചെയ്യുക. അതിൽ ചൂസ് ഡോർ ടൈപ്പിൽ നമ്മൾ ഹാൻഡിൽ വിത്ത് ഡ്രോവറാണ് ഇവിടെ, ഡ്രോവർ വിത്ത് ഹാൻഡിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഏത് കളറും നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ അതിലേക്ക് മൾട്ടി കളറായിട്ട് ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അതേ കളർ തന്നെ ചെയ്യുക. അതിൻ്റെ ഹാൻഡിൽ സെലക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിവിടെ ആഡായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കോപ്പി തീം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഡ്രോവേഴ്സിനൊക്കെ ഇതുപോലെ തന്നെ അങ്ങനെ ആഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സേവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു കിച്ചൻ്റെ ഉള്ളിൽ ഇപ്പോൾ 2 ഫ്രെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ക്രിയേറ്റ് ഏരിയ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അടുത്തത് നമ്മളൊരു ബെഡ്റൂമാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ബെഡ്റൂം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രെയിം ആഡ് ചെയ്യാണ്. വാൾഡ്രോബ് ചെയ്യാം. വാൾഡ്രോബ് ചെയ്തിട്ട് ഫ്രെയിം സെലക്ട് ചെയ്തു. ഒരു 200 ഹൈറ്റ്, ഒരു 150 വിടുത്തുള്ളൊരു വാൾഡ്രോബിന് നമ്മളൊരു 3 പാർട്ടുള്ളത് ഒരു വാൾഡ്രോബാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡോറ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യം ഒരു കോപ്പി ചെയ്ത് വെച്ചത് കൊണ്ട് നമ്മളിപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ കോപ്പി ആയിട്ട് വന്നത്. അപ്പോൾ എന്താ ഒന്നും കൂടി ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അത് പോവും. എന്നിട്ട് ഈ സ്റ്റോപ്പ് കോപ്പി നമ്മൾ താഴെ ഓഫാക്കുക. എന്നിട്ട് പുതിയൊരു ഡോറ് നമ്മൾ സെലക്ട് ചെയ്യാം. അതിൽ മുകളിൽ ഡോർ ടൈപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാൾഡ്രോബ് ആയതുകൊണ്ട് പ്ലെയിൻ ഡോർ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഹാൻഡിലൊക്കെ നമ്മൾ എക്സ്ട്രാ പിന്നെ വെച്ച് കൊടുക്കുന്ന കാര്യം ആയതുകൊണ്ട്. അപ്പോൾ ഡോർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വുഡോ എന്തെങ്കിലും കളർ സെലക്ട് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ ആഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോപ്പി തീം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേ കളർ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡോറ് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നടുവിലുള്ള കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് കോപ്പി ഓഫ് ചെയ്തിട്ട് പുതിയൊരു ഡോർ ക്രിയേറ്റ് ചെയ്യുക. ഡോർ ടൈപ്പ് എടുക്കുക. ഡോറിൽ ഏതാണോ നമുക്കതിന് മാച്ചിങ് ആയിട്ടുള്ള മിക്സഡ് കളറാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി അതല്ല, ഈ ഇതിന് പകരം നമുക്ക് മിററാണ് ഇതിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡോർ ടൈപ്പിൽ തന്നെ നമ്മൾ അലുമിനിയം ഗ്ലാസ് ഡോർ സെലക്ട് ചെയ്തിട്ട് അതിൽ മിറർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ അലുമിനിയത്തിൻ്റെ ബോർഡർ ഉണ്ടാവും. അപ്പോൾ ഏതാണ് നമ്മൾ അലുമിനിയത്തിൻ്റെ കളർ ബോർഡർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അലുമിനിയം ടൈപ്പിൽ സിൽവർ ആണോ അതോ എന്താണോ ഒരു ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മിററാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത്. അത് നമുക്കിതുപോലെ സേവ് ചെയ്യാൻ പറ്റും.